ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC കഴിഞ്ഞ ദിവസം നടത്തിയ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ഉത്തരം ആയില്യം തിരുനാൾ. 1923 പാലക്കാട്ട് നടന്ന കേരള രാഷ്ട്രീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. സരോജിനി നായിഡു അധ്യക്ഷം വഹിച്ചു. KM പണിക്കരുടെ അധ്യക്ഷതയിൽ ഒരു സാഹിത്യ സമ്മേളനം നടന്നു. മിശ്രഭോജനം സംഘടിപ്പിച്ചു. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം BR അംബേദ്കർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചു. സാധുജനദൂതൻ എന്ന മാസിക തുടങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. സുരേന്ദ്രനാഥ ബാനർജി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ധോളാവീര. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വായു മലിനീകരണം. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ സി നൈട്രജൻ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ബി ആണ്. സ്ട്രാറ്റോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ചെന്നൈ. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഐസോതേം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏത്? ഓപ്ഷൻ സി ആണ്. യമുന. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി PC മെഹ്റനോബിസ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേര് എന്താണ്? വേൾഡ് ബാങ്ക്. വിദേശ നാണ്യ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ്. സുസ്ഥിരവൽക്കരണ നടപടികൾ. മഹാരത്ന പദവിയിൽ ഉൾപ്പെട്ട സ്ഥാപനം ഏതാണ്? IOC ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഫെബ്രുവരി 19ന് ഒരു 90 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സും അതുപോലെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 24ന് ഒരു 150 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCRT മാത്രം ഫോക്കസ് ചെയ്ത ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ ബെൽകോ LD, CEO CPO ഡിഫറെന്റ് ബാച്ച് കോഴ്സ്, HSA എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഹരിത വിപ്ലവം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗരസൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം ഏതാണ്? ഓപ്ഷൻ എ ഷിംലയാണ്. ഷിംല. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. PK തുങ്കൻ.
ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അയർലൻഡ്. ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ഉത്തരം ഓപ്ഷൻ എ 91 ഭേദഗതി. പ്രത്യേകം ശ്രദ്ധിക്കുക, PSC നൽകിയ ഉത്തരമാണ് 91 ഭേദഗതി. ശരിക്കും 52 ഭേദഗതിയാണ്. അപ്പൊ ഇത് ഫൈനൽ ആൻസർ കീയിൽ എന്തായാലും മാറും. ഓക്കെ, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അരുൺ കുമാർ മിശ്ര. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സത്യമേവ ജയതേ. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ബി മിത്രനികേതൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 243K. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മെഡിസെപ്പ്. ഊർജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന നിരത്തിലുള്ളതായിരിക്കും. ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്ന ഗർഭനിരോധന ഉപാധികളിൽ ഹോർമോൺ സ്രവിക്കുന്നവയെ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം. LNG-20, പ്രൊജസ്റ്റാസേർട്ട്. അടുത്ത ചോദ്യം, 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡേവിഡ് ജൂലിയസ്, ആർഡേം പാറ്റാപ്യൂഡിയാൻ. താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും. എയ്ഡ്സ്. ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, LT⁻⁻1. ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഗലീലിയോ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ സി, Nm²/kg². ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആയാൽ വക്രതാ ആരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 20 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി, ഡയോഡ്. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1.25 × 10⁸ m/s. 2021 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്കോട്ട്ലൻഡ്. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, നിയോൺ. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം എന്താണ്? ഓപ്ഷൻ ബി, V ∝T. ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി, pH<7. ഖരലായനിക്ക് യോജിച്ചത് ഏതാണ്? ഓപ്ഷൻ സി, കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. അക്വാറീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരെന്താണ്? നെറ്റ് സീറോ. ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ്, A, C, D എന്നിവയാണ് ശരി. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ഒരു സർക്കാർ പുരസ്കാരമല്ല. സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് മലയാളത്തിലെ 3 എഴുത്തുകാർക്ക് ജ്ഞാനപീഠം ലഭിച്ചു. കൃതിയും കഥാപാത്രങ്ങളും ശരിയായി കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അപരാജിത, ദിശ, നിരഞ്ജൻ, ഉഷ്ണരാശി. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യ വനിത തോട്ടക്കാട്ട് ഇക്കാവമ്മയാണ്.
2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പോൾ സക്കറിയയാണ്. അടുത്ത ചോദ്യം, ഒരു ടെറാബൈറ്റ് എന്നതിന് തുല്യമായത്? ഓപ്ഷൻ ബി 1024 ജിഗാബൈറ്റ്. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ ഇന്റർപ്രറ്റർ ആണ്. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം ഏത്? കൊച്ചിയാണ്. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ എ 69A. -2⁻7 ഡിവൈഡഡ് ബൈ -2⁴ ഇൻറ്റു -2 സ്ക്വയർ. ഇതിന്റെ വാല്യൂ ഓപ്ഷൻ സി -2. സൈൻ സ്ക്വയർ 40 ഡിഗ്രി മൈനസ് കോസ് സ്ക്വയർ 50 ഡിഗ്രിയുടെ വില കാണുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 0. x² + 1/x² = 223 എങ്കിൽ x + 1/xന്റെ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ ഡി 15 ആണ്. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 8100 ഡിഗ്രി ആയാൽ അവയുടെ വശങ്ങളുടെ എണ്ണം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 47 ഡിഗ്രി. വശങ്ങളുടെ എണ്ണം ചോദിച്ചിട്ട് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് സംഖ്യകളുടെ ലസാഗു 2079, ഉസാഗ 27. അതിലൊരു സംഖ്യ 189 ആയാൽ മറ്റേ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 297. രാമു 6% പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് രാമുവിന് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1236 രൂപ. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം എങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസം കണക്കാക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് പാതവക്കിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കടന്നു പോകുന്നതിന് 8 സെക്കൻഡ് വേണം എങ്കിൽ 600 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ ആ തീവണ്ടി എത്ര സമയം എടുക്കും? ഉത്തരം ഓപ്ഷൻ സി 28 സെക്കൻഡ്. അടുത്ത ചോദ്യം, ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി കണ്ടപ്പോൾ 53 പകരം 35 എന്നാണ് എഴുതിയത്. കുട്ടിക്ക് കിട്ടിയ ശരാശരി 36.5 ആണെങ്കിൽ യഥാർത്ഥ ശരാശരി എന്താണ്? ഉത്തരം ഓപ്ഷൻ സി 38.3. ഒരാൾ 250 രൂപയ്ക്ക് വാങ്ങിയ സാധനം 320 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 28%. വിട്ടുപോയവ പൂരിപ്പിക്കുക. 9, 10, 7, 8, 5, 6. അപ്പോൾ ബാക്കി 2 കളങ്ങളിൽ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി 3ഉം 4ഉം ആണ് വരുന്നത്. അടുത്തത്, എ എന്നത് പ്ലസ്, ബി എന്നത് മൈനസ്, സി എന്നത് ഡിവൈഡ് ബൈ ഡി എന്നത് ഇൻറ്റു എങ്കിൽ 18A 12 C 6 D 2 B 5 എന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് 17. സമയം 8:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഓപ്ഷൻ എ 75 ഡിഗ്രി. ഒരു വർഷം മുമ്പ് ഒരാളുടെ വയസ്സ് അയാളുടെ മകന്റെ വയസ്സിന്റെ 8 മടങ്ങായിരുന്നു. ഇപ്പോൾ അയാളുടെ വയസ്സ് മകന്റെ വയസ്സിന്റെ വർഗമാണ് എങ്കിൽ അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 49ഉം 7ഉം. 1985 ഡിസംബർ 25 ബുധനാഴ്ച എങ്കിൽ 1988 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ് വെള്ളി. ഗാന്ധിജി ലെഡ് എ ഡാഷ് ലൈഫ് വിച്ച് ഈസ് ദ കറക്റ്റ് വേർഡ്? ഉത്തരം ഓപ്ഷൻ ബി ക്വയറ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? താഴെ തന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ്. ഹൗ ഓൾഡ് ആർ യു? ദിസ് സെന്റൻസ് ഈസ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ററോഗേറ്റീവ്. എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്. ഇറ്റ് ഡാഷ് ടു ഓൾ ലിവിംഗ് തിങ്സ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രിങ്സ് റിലീഫ്. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. ഓൺ റിപ്പോർട്ടിംഗ് ദിസ് സെന്റൻസ് വി ഗെറ്റ് ഓപ്ഷൻ എ ഗോപു സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. വിച്ച് ഈസ് ദ ഓഡ് വൺ? താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഏതാണ്? ഓപ്ഷൻ ബി ജെന്നി. Give the correct phrasal verb for extinguish. Extinguishന്റെ correct phrasal verb ഓപ്ഷൻ സി put out ആണ്. Fill in the blanks. Either you or your brothers dash absent. ഉത്തരം ഓപ്ഷൻ ഡി ആർ. Which is the tag form? ഉത്തരം ഓപ്ഷൻ എ ആണ് he seldom visits the library. Does he?
മൈ മദർ നെവർ ഡാഷ് എ ലൈ വിച്ച് ഈസ് ദ കറക്റ്റ് ടെൻസ് ഫോം? ഉത്തരം ഓപ്ഷൻ എ ടെൽസ് ആണ്. മലയാളം ചോദ്യങ്ങൾ. 81. കരി എന്ന അർത്ഥമുള്ള പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇംഗാലം. ഹെർക്കൂലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഭഗീരഥ പ്രയത്നം. തദൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് തഥാ പ്ലസ് ഏവ. പൂജക ബഹുവചന പദജോടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാരണവർ വൈദ്യർ. എപ്പോഴും കൂടെ നടക്കുന്നയാൾ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സന്തത സഹചാരി. മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? പഞ്ചായത്ത് പറയുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെ? ഇതില് 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള വാക്യങ്ങൾ. ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. സഹനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വൈമുഖ്യം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആഭിമുഖ്യം. സ്ത്രീലിംഗ പ്രത്യയം ഏത്? താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗ പ്രത്യയം ഓപ്ഷൻ സി 2ഉം 3ഉമാണ് അള്ളും ഈയും. ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പാദസരം. ഇനി സ്പെഷ്യൽ ടോപ്പിക് ആണ് 10 മാർക്കിൻ്റെത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അടിസ്ഥാന ഏകകം ബേസ് യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മോൾ. ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ നാഷണൽ സ്റ്റാൻഡേർഡ്സ് സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി NPL ഡൽഹി. താഴെ പറയുന്നവയിൽ നിയമപരമായ അളവ് അല്ലെങ്കിൽ അളവ് ഉപകരണം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഡോമീറ്റർ. അളവ് തൂക്ക സ്റ്റാൻഡേർഡുകളുടെ സ്ഥാപനം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് യൂണിയൻ ലിസ്റ്റ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി OIML ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഫ്രാൻസ് ആണ്. അളവ് തൂക്ക ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ട സ്ഥലം നിശ്ചയിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ലീഗൽ മെട്രോളജി കൺട്രോളർ. ചില്ലറ വിൽപ്പന പാക്കറ്റിന്റെ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിന് അകത്ത് അളവ് പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ഇടതുഭാഗത്തായി ഒഴിഞ്ഞു കിടക്കേണ്ട സ്ഥലത്തിന്റെ ഏറ്റവും കുറഞ്ഞ വലിപ്പം എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രഖ്യാപനത്തിലെ 2 അക്കത്തിന്റെ ഉയരം. ചില്ലറ വിൽപ്പനയ്ക്കുള്ള പാക്കറ്റിന്മേൽ നിർമ്മാതാവിന്റെ പൂർണ്ണ മേൽവിലാസത്തിന് പകരമായി ഉപഭോക്താവിന് ഇക്കാര്യം മനസ്സിലാക്കുന്നതിനുള്ള അടയാളം മതിയാകും എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പാക്കറ്റിന്റെ കപ്പാസിറ്റി എത്ര? ഉത്തരം ഓപ്ഷൻ എ 5 ഘന സെന്റിമീറ്ററോ അതിൽ കുറവോ. ഫ്യൂവൽ ഡിസ്പെൻസറിലൂടെ നൽകുന്ന പെട്രോളിന്റെയോ ഡീസലിന്റെയോ അളവ് ഉറപ്പുവരുത്തുന്നതിനായി ചില്ലറ വ്യാപാരി പമ്പിൽ സൂക്ഷിക്കേണ്ട അളവ് പാത്രത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഓപ്ഷൻ ഡി 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ. അവസാനത്തെ ചോദ്യം, ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നും നീക്കുവാൻ കഴിയാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര ചെയ്യേണ്ട രീതിക്ക് എത്ര ദിവസം മുൻപ് ഉപയോക്താവ് ലീഗൽ മെട്രോളജി ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 30 ദിവസം. ഓക്കെ, ഇത്രയാണ് പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 1-2 ആൻസേഴ്സ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി +2 മെയിൻസ് പരീക്ഷയുള്ള ആൾക്കാർ ഇതിൽ ഈ ചോദ്യ പേപ്പറിലും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യ പേപ്പറിലും കോമൺ ആയിട്ട് വന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നൊബൈൽ പ്രൈസ് കോമൺ ആയിട്ട് വന്നതാണ്. അതുപോലെ സുരേന്ദ്രനാഥ ബാനർജിയെ പറ്റിയും കോമൺ ആയിട്ട് ചോദിച്ചു. ആ വക കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കാം. ഇനിയുള്ള പരീക്ഷയ്ക്കും അത് തന്നെ ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. Thank you.